നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 5 ബഷീർ ദിനം. ഇന്നത്തെ വീഡിയോ ബഷീർ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള 75-ൽ പരം ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ആണ്. വിതൗട്ട് എനി ഡിലേ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ചോദ്യങ്ങൾ പഠിച്ചു പോവുക. ഒരു തവണ വീഡിയോ കാണുക, രണ്ടാമതൊരു തവണ കൂടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ആൻസേഴ്സ് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യമായിട്ട് നോക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്? വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ. ഒന്നും ഒന്നും ചേർന്നാൽ എത്ര എന്നാണ് ബഷീറിന്റെ കഥാപാത്രം ഉത്തരം നൽകിയത്? ഇമ്മിണി വലിയ ഒന്ന്. കൊച്ചു നീലാണ്ടൻ, പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത്? ആനവാരിയും പൊൻകുരിശും. ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ, മുച്ചീട്ടു കളിക്കാരന്റെ മകൾ? ഗുത്തിനി ഹാലിട്ട് ലിത്താപ്പോ, സഞ്ചിനി ബാലിക ലുട്ടാപ്പി. ബഷീറിന്റെ ഏത് നോവലിലാണ് ഈ പാട്ടുള്ളത്? എന്റുപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു. ബഷീറിന്റെ ആത്മകഥയുടെ പേര് ഓർമ്മയുടെ അറകൾ. മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീർ പ്രസിദ്ധീകരിച്ച വാരികയുടെ പേര് ഉജ്ജീവനം. മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവലാണ് ബാല്യകാല സഖി. വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ്? എന്റുപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു. ഒരു മരം ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഏതാണ് ആ മരം? മാംഗോസ്റ്റീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളിയായിരുന്നു ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതിയുടെ പേരാണ് സർപ്പയജ്ഞം. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചത് 1908 ജനുവരി 21. അന്തരിച്ച വർഷം 1994 ജൂലൈ 5. ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 5. ബഷീർ ഒരേ ഒരു നാടകമേ എഴുതിയിട്ടുള്ളൂ. ആ നാടകത്തിന്റെ പേരാണ് കഥാബീജം. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏതാണ്? പ്രേം പാറ്റ. ബഷീറിന്റെ ജീവചരിത്ര കൃതിയുടെ പേര് ബഷീറിന്റെ ഐരാവതങ്ങൾ. ബഷീറിന്റെ ഐരാവതങ്ങൾ എന്ന ജീവചരിത്ര കൃതിയുടെ രചയിതാവാണ് EM അഷ്റഫ്. ബഷീറിന്റെ മാസ്റ്റർ പീസ് കൃതിയായി വിലയിരുത്തപ്പെടുന്ന കൃതിയാണ് ബാല്യകാല സഖി. കേശവൻ നായരും സാറാമ്മയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിന്റെ നോവലാണ് പ്രേമലേഖനം. ബഷീർ നടത്തിയ ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏതാണ്? ചെവിയോർക്കുക അന്തിമ കാഹളം. ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി നേരും നുണയും. ബഷീർ മാല എന്ന പാട്ട് കാവ്യത്തിന്റെ രചയിതാവ് MN കാരശ്ശേരി. ബഷീറിന്റെ വിശ്വവിഖ്യാതമായ മൂക്ക് എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1954. ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ആദ്യ കൃതി യാ ഇലാഹി. ബഷീറിന്റെ ഭാര്യയായ ഫാബി ബഷീറിന്റെ ആത്മകഥയുടെ പേരാണ് ബഷീറിന്റെ എലിയെ. ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരാണ് പൂവൻപഴം. ബഷീറിന്റെ മാതൃക പൂച്ച എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1968. ബഷീറിനെ കുറിച്ച് ONV കുറിപ്പ് രചിച്ച കവിത എന്റെ ബഷീർ. ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഒഴിഞ്ഞ വീട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരെ കാണാൻ വേണ്ടിയാണ് ബഷീർ വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്? ഗാന്ധിജി. ബഷീറിന് മുട്ടത്ത് വർക്കി അവാർഡ് ലഭിച്ച വർഷം 1993. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേര് ആകാശമിഠായി. ബഷീറിന്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം 1946. ഉജ്ജീവനം വാരികയിൽ ഏത് തൂലികാ നാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത്? പ്രഭ. മരിക്കുന്നതിന് മുൻപ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ തേന്മാവ്.
കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഒരിടത്തൊരു സുൽത്താൻ. 1993 ബഷീറിനോടൊപ്പം വള്ളത്തോൾ പുരസ്കാരം പങ്കിട്ട സാഹിത്യകാരി ബാലാമണിയമ്മ. ബഷീറിന്റെ മുച്ചീട്ടു കളിക്കാരന്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1951. അക്ഷരാഭ്യാസമില്ലാത്ത, ബുദ്ധിശാലി അല്ലാത്ത ഒരു കുശിനി പണിക്കാരൻ പൊടുന്നനെ ദിവ്യനായി മാറുന്ന കാഴ്ച വർണ്ണിക്കുന്ന ബഷീറിന്റെ കൃതി ഏതാണ്? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്? പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ MP പോൾ എന്ന ഓർമ്മക്കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ച വർഷം 1991. ഉമ്മ ഞാൻ കാന്തിയെ തൊട്ടു. ബഷീറിന്റെ ഈ വാക്യം പ്രശസ്തമാണല്ലോ. ബഷീർ ഗാന്ധിജിയെ തൊട്ടത് ഗാന്ധിജി ഏത് സമരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് 1925 ഗാന്ധിജി കേരളത്തിൽ വന്നപ്പോൾ. ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ എന്ന വിജയകൃഷ്ണന്റെ കൃതി ആരെക്കുറിച്ചുള്ള പഠനമാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയതാരാണ്? KPSC ലളിത. ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം 1959. മലയാളത്തിലെ ഏറ്റവും നോൺ കോൺഷ്യസ് എഴുത്തുകാരനാണ് ബഷീർ. ബഷീറിന്റെ പ്രശസ്തമായ ഒരു കഥയെ വിലയിരുത്തിയാണ് കൽപ്പറ്റ നാരായണൻ ഇങ്ങനെ പറയുന്നത്. ഏതാണ് ആ കഥ? വിശ്വവിഖ്യാതമായ മൂക്ക്. ബഷീറിന്റെ വിഡ്ഢികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം 1948. കാലങ്ങളിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഹാത്ഭുതമാണ് ബഷീർ. അദ്ദേഹത്തിന്റെ രചനാരീതി മാജിക്കലാണ്. ചെറിയ വാക്കുകളായാലും വലിയ ഭാവങ്ങൾ ഉണ്ടാവുകയും അത് ജനങ്ങളിലേക്ക് സംവേദിക്കുകയും ചെയ്യുന്ന മാജിക്. ആരുടെ വാക്കുകളാണിത്? OV വിജയൻ. ബഷീറിന്റെ ആദ്യ കഥയായ എന്റെ തങ്കം പ്രസിദ്ധീകരിച്ച പത്രം ജയകേസരി. ജീവിതത്തിൽ നിന്നും പറിച്ച് ചീന്തിയ ഒരു ഏടാണിത്. വാക്കുകളിൽ ചോര പുരണ്ടിരിക്കുന്നു എന്ന് MP പോൾ വിശേഷിപ്പിച്ച ബഷീർ കൃതി ബാല്യകാല സഖി. ബഷീർ രചിച്ച് VT നന്ദകുമാർ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കിയ പുസ്തകമാണ് നേരും നുണയും. നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരമാണ് ഭാർഗവീ നിലയം. ബഷീറിന്റെ ബാല്യകാല സഖി എന്ന നോവലിന് അവതാരിക എഴുതിയത് MP പോൾ. ബഷീറിന് D.Litt നൽകിയ സർവകലാശാല ഏത്? കോഴിക്കോട് സർവകലാശാല. ബഷീറിന്റെ മരണശേഷം മകൾ ഷാഹിനയും മകൻ അനീസും ചേർന്ന് അദ്ദേഹത്തിന്റെ ഇട്ടുവെപ്പുകൾ പരിശോധിച്ചപ്പോൾ കിട്ടിയതിൽ ഏറ്റവും പ്രധാനം ഒരു കവിതയായിരുന്നു. ബഷീർ എഴുതിയ ആ കവിത ഏതാണ്? അനശ്വര പ്രകാശം. ഭാർഗവീ നിലയം എന്ന സിനിമയിലെ നായിക ആരായിരുന്നു? വിജയ നിർമ്മല. ഭാർഗവീ നിലയം എന്ന ചിത്രത്തിലെ നായിക വേഷത്തിലെത്തിയതാരായിരുന്നു? ശ്രീ മധു. ബഷീറിന്റെ അനുരാഗത്തിന്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം 1983. ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വാതന്ത്ര്യ സമരം ഏതാണ്? ഉപ്പ് സത്യാഗ്രഹം 1930. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ്? കോട്ടയം. എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിന്റെ പേര്? കുഞ്ഞു പാത്തുമ്മ. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സോജ രാജകുമാരി. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗ്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ. ബഷീറിന്റെ വിഖ്യാതമായ 3 കൃതികൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു. ഏതൊക്കെയാണ് ആ നോവലുകൾ? എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു, പാത്തുമ്മയുടെ ആട്, ബാല്യകാല സഖി. ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലികാ നാമത്തിൽ ആയിരുന്നു? പ്രഭ.
ബഷീറിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏത്? പ്രേമലേഖനം. കാടായി തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് പ്രൊഫസർ എം.എൻ. വിജയൻ. ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂത എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് പ്രൊഫസർ എം.കെ. സാനു. ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതായിരുന്നു ആ കഥ? തങ്കം. ബഷീറിന്റെ ചിത്രം പതിച്ച 5 രൂപ സ്റ്റാമ്പും 2 രൂപയുടെ പ്രഥമ ദിനക്കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയതെന്നാണ് 2009 ജനുവരി 1. ബഷീറിന് രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വർഷം 1982. എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിന്റെ ഏത് കൃതിയിലാണ്? ആനവാരിയും പൊൻകുരിശും. ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിന്റെ പേര് സർക്കിൾ ബുക്ക് സ്റ്റാൾ. ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് എം.എ. റഹ്മാൻ. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, മെയിൽ അയയ്ക്കുക. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ എല്ലാതും ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ ഗൈസ്.